ഹലോ, അസ്സലാമലൈക്കും. ഇന്നില്ലേ കുക്കിംഗ് വീഡിയോ ഒന്നല്ല, നമ്മൾ നാട്ടിലല്ലേ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വാപ്പിയുടെ, അതായത് എൻ്റെ ഉപ്പയുടെ കുറേ കൃഷികൾ, ഇഷ്ടംപോലെ കൃഷികളുണ്ട്. ഇപ്പോൾ റിട്ടയർഡ് ആയതിനു ശേഷം കൃഷിയാണ് മെയിനായിട്ട് പരിപാടി. അപ്പോൾ നമുക്കിന്ന് ഉപ്പയുടെ കുറേ കൃഷികളൊക്കെ ഇപ്പം ഉള്ള ഇപ്പം ഉള്ള കൃഷികളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഞാനുള്ളത് നമ്മുടെ ചേനത്തോട്ടത്തിലാണുള്ളത്. എൻ്റെ പേര് ഇബ്രാഹിം. കോഴിക്കോട് ജില്ലയിൽ ഉണ്ണികുളം പഞ്ചായത്തിൽ 11-ാം വാർഡിൽ നച്ചിക്കുന്ന് എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഒരു 45 വർഷത്തോളമായി ഞാൻ കൃഷിപ്പണിയിൽ തുടങ്ങിയിട്ട് വാപ്പൻ്റെ കൂടെ കൃഷിയിലാണ് ആദ്യം തുടങ്ങിയത്. കാര്യമായിട്ട് ഇപ്പോഴുള്ളത് കൃഷി തെങ്ങാണ്. ഒരു 10-200 തെങ്ങ് എനിക്കുണ്ട്. പിന്നെ കുറേ കമ്പും. കാര്യമായിട്ട് വളം ചെയ്യുന്ന തെങ്ങിനൊക്കെ കാലിവളം, പശുക്കൾ നല്ലോണം പോയിട്ട് 2-3 പശു ഉണ്ടാവും. എപ്പോഴും കോഴിയുണ്ടാവും, 10-100 കോഴിയുണ്ട്. കോഴിവളവും കാലിവളവും കൂട്ടിയിട്ട് വേപ്പ് പിണ്ണാക്ക് ചേർത്താണ് തെങ്ങിന് കാര്യമായിട്ടുള്ള വളം. രാസവളം വളരെ കുറവാണ്, രാസവളം ഉപയോഗിക്കാറില്ല. ഒരേക്കർ സ്ഥലത്ത് വായിൻ്റെ കവുങ്ങുണ്ടായിരുന്നു. ഞങ്ങൾ വളരെ കൂടുതൽ ആദായം കിട്ടിയൊരു കൃഷിയാണ് കവുങ്ങ്. പക്ഷേ ഇപ്പോൾ ഈ മഞ്ഞരോഗം വന്നതിന് ശേഷം വയലിൻ്റെ കവുങ്ങ് മൊത്തവും നശിച്ചുപോയി. കവുങ്ങിന് വേണ്ടി ഞാൻ ഈ പറഞ്ഞ വളം തന്നെയാണ്, കാലിവളവും കോഴിവളവും ഇത് മിക്സ് ചെയ്തിട്ട് വേപ്പ് പിണ്ണാക്ക് ചേർത്താണില്ല. പിന്നെ എല്ലാ കൃഷിക്കും കുമ്മായോ 1 കിലോ തന്നെ അങ്ങനെ എടുത്ത് എങ്ങനെ കൊല്ലത്തിലിടുന്ന ഏറ്റവും നല്ല. ആ കുമ്മായം ഇടുന്നത് എന്തായാലും വേറെ രീതിയിലായിരിക്കും. ആദ്യം കുമ്മായം ഇട്ടാൽ ഒരു 15 ദിവസം കഴിഞ്ഞിട്ടേ മറ്റു വളരാൻ പറ്റും. തെങ്ങ് തുറക്കാൻ 1 കിലോ കുമ്മായം ഇടുക, 10-15 ദിവസം കഴിഞ്ഞിട്ട് കാലിവളം ഇടുക. വാഴയിലെ കിഴങ്ങ് പോയതിൻ്റെ ശേഷം ഞാനിപ്പോൾ പറമ്പ് കുറേ കിഴങ്ങ് ഫിറ്റാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 4 വർഷമായിട്ടുണ്ടെങ്കിൽ ഇപ്പം ഏതാണ്ടൊക്കെ കുഴച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിന് കാര്യമായിട്ട് ഇപ്പോൾ ഇടുന്നത് കാലിവളം, പിന്നെ മാഗ്നീഷ്യം ഇടുന്നുണ്ട്, കുമ്മായം ഇടുന്നുണ്ട്, വേപ്പ് പിണ്ണാക്ക്. ഇതാണിപ്പോൾ കാര്യമായിട്ട്. രാസവളം തീരെ ഉപയോഗിക്കുന്നുണ്ട്. കിഴങ്ങിനിപ്പോൾ കുഴപ്പമൊന്നും കാണുന്നില്ല. അപ്പം നല്ല കറുത്ത നല്ല കിഴങ്ങായിട്ട് വളരുന്നുണ്ട്. പിന്നെ ഞാൻ ചെറിയ കാലത്തെ ചെയ്തു പോരുന്ന ഒരു കൃഷിയാണ് വാഴക്കൃഷി. വാഴക്കൃഷി വളരെ ആദായമുള്ളൊരു കൃഷിയാണ്. പഴയ കാലത്തൊക്കെ ഞാൻ ഫസ്റ്റിൽ വിറ്റ കൊല ഒരു 2 ഉറുപ്പ്യക്കാണ് ഒരു കൊല വിറ്റത്. അന്ന് കായ എണ്ണാണ്. 50 കായുള്ളൊരു കൊല കൊണ്ടുപോയാൽ 10-15 കായ പൊട്ടുകായി കഴിച്ച് ബാക്കി ഞാൻ പൈസ കിട്ടിയത്. 2 ഉറുപ്പ്യക്കാണ് ഞാൻ ഫസ്റ്റ് കൊല വിറ്റത് ഒരു 10-40 വർഷം മുമ്പാണ്. വാഴയ്ക്ക് നമ്മൾ ചെയ്യാൻ എല്ലാ കൃഷിയും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വാഴയ്ക്ക് പ്രത്യേകിച്ച് മണ്ണ് നല്ല ഇളക്കുക, നല്ല സൂര്യപ്രകാശം എടുത്ത് കിട്ടുക, നല്ല അറ്റാച്ചോ ബേസിക്കോ വെച്ച് ഇളക്കി വാഴ അങ്ങ് വെച്ചാൽ പിന്നെ കൂടുതൽ വളമൊന്നും ഉണ്ടല്ലോ, നല്ല ചെറിയ വളം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വാഴയ്ക്ക് ഇപ്പം പുതിയൊരു രോഗമുണ്ട്, തടതടപ്പൻ എന്ന് പറഞ്ഞ രോഗം. അത് നമ്മൾ വാഴ എപ്പോഴും വൃത്തിയാക്കണം, എപ്പോഴും വൃത്തിയാക്കാം. പിന്നെ പശുവിൻ്റെ മൂത്രം വെള്ളം കൂട്ടി വെച്ച് കൊടുത്താൽ ഏറ്റവും നല്ലൊരു വളമായിട്ട് കിട്ടും. ലാഭകരമായ ഒരു കൃഷിയാണ് ലാത്തിക്കൂക. ലാത്തിക്കൂക നമുക്ക് കിലോ 600-650 രൂപ വരെ വിപണിയിൽ വിൽക്കാൻ കഴിയും. അതിന് വലിയ മുടക്കൊന്നുമില്ലാതെ കാലി സ്ഥലത്ത് അങ്ങ് നട്ട് കുറച്ച് വെണ്ണീരിട്ട് കൊടുത്താൽ മാത്രം മതി. അതിന് ഒരു മുടക്കവും ഇല്ലാതൊരു കൃഷിയാണ്. പിന്നെ ലാത്തിച്ചേമ്പ് ഇഷ്ടംപോലെ ഉണ്ടാക്കിയെടുക്കാം നല്ല സ്ഥലമുള്ളതൊക്കെ. ഞാനൊക്കെ ഒരു 100 വേണ്ടി ഒരു 10 കിൻഡലൊക്കെ കൊല്ലത്തിൽ വിൽക്കാറുണ്ട്. അതിനൊന്നും വലിയൊരു ചിലവില്ലാതെ കൃഷികളാണ് ഇപ്പം. തക്കാളി, പടവലം എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഏതാണ്ട് ഞാൻ പച്ചക്കറി പുറത്തുനിന്ന് വാങ്ങാറ് വളരെ കുറവാണ്. എൻ്റെ വീട്ടിൽ ആവശ്യമുള്ളതായ പച്ചക്കറികൾ മൊത്തം ഞാനിവിടെ ഉൽപ്പാദിപ്പിക്കുകയാണ് പതിവ്. പച്ചമുളക്, പപ്പായ, എല്ലാ പച്ചക്കറികളും ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കും. ആദായകരമായ ഒരു കൃഷിയാണ് ചേനക്കൃഷി എന്ന് പറയുന്നത്. ഇതിന് കൂടുതലായിട്ട് നമുക്ക് വേണ്ടത് കാലിവളം ആണ്. കാലിവളം നമ്മൾ നടുമ്പം തന്നെ കാലിവളം വിത്ത് അവിടെ വെക്കുക, കാലിവളം മുകളിലിടുക, നല്ലോണം ചപ്പ് ചെരിഞ്ഞ് കൊടുത്തങ്ങ് മണ്ണിട്ട് കൊടുത്താൽ ഏറ്റവും ആവശ്യം നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടുക എന്നുള്ള. എന്നിട്ട് ഏറ്റവും ടോപ്പിൽ വെക്കണം. ഭൂമിൻ്റെ തടം വെട്ടിയിട്ട് തടം ഫുള്ളായിട്ട് തൂർത്തിട്ട് അതിൻ്റെ മുകളിൽ ചേന വെക്കണം. താന്ന് പോയാൽ ചേന ഉണ്ടാവില്ല, വലിപ്പം കുറയും. സമനിരപ്പിന് മുകളിലോട്ട് മണ്ണിട്ടിട്ട് വെക്കണം. അടി നല്ല കൊത്തി അളക്കുക, അതങ്ങ് തൂർത്തിട്ട് അതിൻ്റെ മുകളിൽ ചേന വെച്ചിട്ട് കാലിവളം ഇടുക, ചവറിടുക, പിന്നെ അങ്ങ് പുറം പറഞ്ഞാൽ പിന്നെ നമ്മൾക്കൊരു 2 മാസം കഴിഞ്ഞിട്ട് ഇച്ചിരി പുല്ല് പോക്കി വളർത്ത് കയറ്റി കൊടുത്താൽ അതിൻ്റെ പണി കഴിഞ്ഞു. ചേനതാ നന്നായിട്ടുണ്ടായി തുടങ്ങിയിട്ടുണ്ട്, നല്ലപോലെ ഉണ്ടായിട്ടുണ്ട്. യസൂനൊക്കെ കാണുമ്പോൾ ഭയങ്കര ത്രില്ല. കൂടെ തന്നെ പൂളുണ്ട്.
ചേന ഉണ്ടോ, ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് അങ്ങ് വരെ ചേന. ചേന ശരിക്കും നടുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മെയ്യിലാണേ. ഈ ഏപ്രിൽ മെയ്യിൽ കഴിഞ്ഞ് ഇപ്പോൾ അത് നമ്മൾ ഓഗസ്റ്റിലെത്തി. ആ ഒരു സമയം ഏപ്രിൽ മെയ് ജൂൺ 5 മാസത്തോളായിട്ടോ. ഇപ്പോൾ ഇതാ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. ഇതുണ്ടോ, ഇതിങ്ങനെ തട്ടായിട്ടാട്ടോ ഉള്ളത്. മേലെ ഒരു പറമ്പ്, അതിൻ്റെ താഴേക്ക് നല്ല ഹൈറ്റുള്ള സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ നല്ല വെയിലൊക്കെ കിട്ടുന്ന നല്ലൊരു സ്ഥലമാണ്. കുന്നൻചെരുവി എന്നൊക്കെ പറയുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ, അപ്പോൾ ഈ കൃഷികളൊക്കെ ഈ ചേന, പൂള മീൻസ് കപ്പ, മരച്ചീനില്ലേ അത്, അതേപോലെ നമ്മൾ ഈ കെയിങ്ങൊക്കെ അല്ലേ, അതുപോലത്തെ കെയിങ്ങുകളൊക്കെ നന്നായിട്ട് ഉണ്ടാകുന്ന ഒരു സ്ഥലം. എലിശല്യത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു പണിയാണ്. അതേപോലെ ഓരോ മഞ്ഞൾ വിറ്റാക്കുക. ഓരോ മഞ്ഞൾ കൊടുത്താൽ മഞ്ഞൾ നല്ല വിത്തുണ്ടാവും, എലിശല്യം കുറയും. എലിശല്യം നമുക്കിത് ഈ കൃഷി ഇങ്ങനെ മഞ്ഞൾ നട്ടിട്ട് തുടങ്ങിയാൽ തീരെ എലിശല്യം ഉണ്ടായിട്ടില്ല. പിന്നെ സൈഡിലൂടെ ഒക്കെ പൂള നട്ടുണ്ട്. ഇതാ നമ്മൾ ചേന കഴിഞ്ഞിട്ട് ഇതാ കേങ്ങിലെത്തിയിട്ടാണ്. ചെറുകേങ്ങ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പുഴുങ്ങി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മധുരമുള്ളൊരു കേങ്ങില്ലേ, അതാണ്. ഇതും ഇതാ കുഴിച്ചിട്ടത് ഇലകളൊക്കെ വന്നിങ്ങനെ ഓരോ കൂടായിട്ട് വന്നതാണ്. നല്ല ടേസ്റ്റും കേട്ടോ. നമ്മൾ ദുബായിലേക്ക് കൊണ്ടുപോകുമ്പോൾ എല്ലാ പ്രാവശ്യം വരുമ്പോൾ ചേന, കേങ്ങ് ഇങ്ങനത്തെ എല്ലാം നമ്മൾ ഇവിടുന്ന് ഹപ്പിൻ്റെ അടുത്ത് നിന്ന് പാക്കാക്കി കൊണ്ടുപോകുക പതിവ്. രാസവളം തീരെ ഉപയോഗിക്കാത്ത ഒരു കൃഷിയാണ് ചെറുകിഴങ്ങെന്ന് പറയും, കപ്പക്കിഴങ്ങെന്ന് പറയും. ഇതിൻ്റെ പ്രത്യേകത, ഇതിന് വളം കാര്യമായിട്ടൊന്നും ആവശ്യമില്ല. നല്ല മണ്ണ് ഇളക്കുക, നല്ല സൂര്യപ്രകാശം കിട്ടുക, കളയെടുത്ത് കൊടുക്കുക. ഇതിപ്പം കളയേശം മൂത്ത് പോയതാണ്. ഇതിപ്പം വിളവെടുക്കാനായിട്ടുണ്ട്. ഡിസംബർ മാസമായി ഇത് വിളവെടുക്കാനായതാണ്. ഇതിന് ആദ്യം ആടുന്ന വളമില്ലാതെ പിന്നെ ഒരു വളം ഇതിന് ആവശ്യമില്ല. ഇതിന് സൂര്യപ്രകാശം മാത്രം. പിന്നെ ഈ തണ്ട് കുത്തി നല്ല എന്തെങ്കിലും കമ്പ് കുത്തി കൊടുത്ത് മുകളിലോട്ട് കയറ്റിയാലും വലിയ കിഴങ്ങാക്കി എടുക്കാം. ഇതൊന്ന് നല്ല നീളം കൂടി കിട്ടി നല്ല ഉണ്ടാക്കാൻ കഴിയും. പിന്നെ അതിൽ കൂടി നമുക്ക് വേണമെങ്കിലാ ഇതിൽ മറ്റൊരു കൃഷി ഉണ്ടാക്കിയ നമ്മളിതിൽ വേറെ വിത്തിട്ടാൽ മതി. അതിൽ കൂടി പടർന്ന് നമുക്ക് മത്തന് ഉണ്ടാക്കിയെടുക്കാം. വരമ്പിലൂടെ ഒക്കെ മരച്ചീനി കുഴിച്ചിട്ടുണ്ട്. നന്നായിട്ടുണ്ടാവും ഈ സ്ഥലത്ത് കേട്ടോ. മരച്ചീനിയൊക്കെ കണ്ടില്ലേ. എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയതാണ് കൂർക്ക എന്ന് പറയുന്നത്. ഞാൻ ചേന പോയ ഒരു തണ്ട് മരട്ടുമൽ ഉണ്ടാക്കിയതാണെങ്കിലും ഇതാകെ ഇതിൻ്റെ 4 മാസമേ ഉള്ളൂ. കളയെടുത്ത് ഒരു ഇത്ര മണ്ണ് മാത്രമേ അതിനിട്ടിട്ടുള്ളൂ. നടുമ്പോൾ നല്ലോണം ചാണകപ്പൊടിയും വെണ്ണീരും നല്ലോണം ചിന്തി ഇളക്കി ഞങ്ങൾ നട്ടേച്ചാൽ പിന്നെ ഒരു പ്രാവശ്യം ഒരു കളയെടുത്ത് വെച്ചിങ്ങനെ ഒരു പരിഹാരം ചെയ്യുന്നുള്ളൂ. പെട്ടെന്ന് നമുക്ക് വിളവെടുക്കാൻ കഴിയും. പഴവർഗ്ഗങ്ങൾ ഐറ്റംസിൽ നമുക്ക് യാതൊരു വളങ്ങളും ചെയ്യാതെ തന്നെ വരണ്ട ചുറ്റും ഉണ്ടാക്കാൻ കഴിയുന്നതാണ് റംബൂട്ടാൻ, പപ്പായ, സപ്പോട്ട, പേരക്ക. ഇവയൊക്കെ യാതൊരു രാസവളമൊന്നും ഇല്ലാതെ ഇഷ്ടംപോലെ നമുക്ക് മുറ്റത്തുണ്ടാക്കാൻ കഴിയും. ഉപ്പേരി ഈ കൃഷിപ്പണിൻ്റെ കൂടെ പിന്നെ ഞാൻ വളർത്തുന്നതാണ്. 2-3 പശു ഉണ്ടാവും, പിന്നെ 10-100 കോഴി ഉണ്ടാവും. പശു എന്ന് പറഞ്ഞാൽ 2 പശു ഇപ്പം പ്രസവിക്കാനായതാണ്. നമുക്ക് കാലിവളമാണ് നമ്മളെ മെയിനായിട്ടുള്ള ഉദ്ദേശം. എന്നാലും നല്ലോണം പാലുണ്ടാവും. എങ്ങനെയായാലും ഒരു 100-500 രൂപ ഡെയിലി പശുവിനെ കൊണ്ട് വരുമാനം കിട്ടും. കോഴിയാണെങ്കിൽ ഒരു 100 കോഴി ഇവിടെ ഉണ്ട്. കോഴി ഉണ്ടെങ്കിൽ ഒരു 10-40 മുട്ട ഡെയിലി. നാടൻ കോഴി ഞാൻ വളർത്താറുള്ളൂ. നാടൻ കോഴിൻ്റെ മുട്ട 10 രൂപ ആയിട്ട് നമുക്കിപ്പോൾ വിപണിയിൽ ഇഷ്ടം പോലെ ചിലവാകുന്നുണ്ട്. ഒരു 10-40 മുട്ട ഡെയിലി കിട്ടും. ഈ തെങ്ങിൻ്റെയും കങ്ങിൻ്റെയും ഒക്കെ ഇടയിൽ ഇടവിള കൃഷിയായിട്ടാണ് കൂടുതലും ഞാനിവിടെ കൃഷി ചെയ്യാറുള്ളത്. പക്ഷെ തെങ്ങിൻ്റെ ഇടയിലും കങ്ങിൻ്റെ ഇടയിലുമായിട്ടാണ് വാഴ, എല്ലാ കൃഷികളും നമുക്ക് കണ്ടമാനം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. തന്നെയല്ല ഇതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ളത് നമ്മൾ കൃഷിയിടത്തിൽ ചെന്നാൽ നമുക്ക് ആകെ ഒരു മനസ്സിന് ഭയങ്കര സമാധാനമായിരിക്കും. കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യേക്കാണ്ട് കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കാൻ കഴിയും. കൂടുതൽ വളർത്ത് മണ്ണിളക്കി റെഡിയാക്കി കൊടുത്താൽ മതി. ഈ കൃഷിപ്പണിയിൽ ഇറങ്ങിയതിൻ്റെ ശേഷം എനിക്കൊരു കൊല്ലത്തിലൊരു 5 ലക്ഷം ഉറുപ്പിയൊക്കെ എന്തായാലും ഈ കൃഷി ഐറ്റംസിൽ തന്നെ നമുക്ക് ബാക്കിയാക്കാൻ കഴിയും. കോഴി, പശു, ചെറു കൃഷികളെല്ലാം തേങ്ങ അടക്കൻ്റെ പുറമെ തന്നെ 5 ലക്ഷം ഉറുപ്പിൻ്റെ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ശരിക്കും ശ്രദ്ധിച്ച് കൊണ്ടെടുക്കുകയാണെങ്കിൽ ഇതെല്ലാവർക്കും എളുപ്പത്തിൽ നടത്താൻ കഴിയുന്ന ഒരു സംഗതിയാണ്. ഒരു 1-2 ഏക്കർ ഭൂമി മതി, കുറച്ച് കൂടുതൽ സ്ഥലമൊന്നും വേണമെന്നില്ല. ഇപ്പോൾ ഇതാ ഈ ഒരു വീഡിയോ ഞങ്ങൾ തൽക്കാലത്തേക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. കാരണം ഇതിൻ്റെ നമ്മൾ ഈ
ഇത്രയും ഞാൻ കാണിച്ച കൃഷീൻ്റെ ഒക്കെ വിളവെടുപ്പ് എടുക്കാൻ ഇനിയും 2-3 മാസം എടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു വിളവെടുപ്പിൻ്റെ ഒരു 2ാം പാർട്ടായിട്ട് ഞങ്ങൾ ഉടനടി വരുന്നതായിരിക്കും. അപ്പോൾ ഇത് ഞങ്ങൾ ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രചോദനമായിട്ട് ഈ കൃഷിയിൽ നിന്നൊക്കെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ചെയ്തത്. പിന്നെ എപ്പോഴും ഒരു റെസിപ്പി വീഡിയോ, കുക്കിംഗ് വീഡിയോ അല്ലേ, അതിൽ നിന്നൊരു മാറ്റം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് ഞങ്ങൾ ഉടനടി വരുന്നതാണ്. താങ്ക് യു.